ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്ത് കിടക്കുന്ന അവസരങ്ങളിൽ, ഇടുങ്ങിയ റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടികളെ തട്ടാതെ സേഫായിട്ട് വണ്ടി ഓടിക്കാം? കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി ഇട്ടേക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ വണ്ടികൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള 1-2 ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം. അതിന് നമ്മൾ അത്തരത്തിലുള്ള റോഡിൽ വണ്ടി ഓടിച്ച് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കാമെന്നുള്ളതൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. റോഡ് ചെറിയ റോഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. കാരണം നമ്മൾ റൈറ്റ് സൈഡിലൂടെ നോക്കുന്ന സമയത്ത് സൈഡിൽ കിടക്കുന്ന വണ്ടികളെയൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും. പക്ഷെങ്കിൽ ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതിരിക്കാനായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സൈഡിൽ കിടക്കുന്ന വണ്ടികളും കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് ഇട്ട് ആ ഒരു ഭാഗത്തേക്ക് നോക്കുക. ചെറിയൊരു സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ സൈഡിലൊരു വണ്ടി ഉദാഹരണത്തിന് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വണ്ടി കിടക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ഈ ഒരു എൻഡല്ല നമ്മൾ നോക്കേണ്ടത്. ഈ എൻഡും കഴിഞ്ഞിട്ട് റോഡ് ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് ആ ഒരു സ്പേസ് ഇട്ട ഭാഗം വേണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നോക്കാനായിട്ട്. ആ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടത്തില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കൈ ഈ ഒരു രീതി വെക്കുക. അതിനുശേഷം നേരെ നമ്മൾ മുന്നോട്ട് നോക്കുന്ന ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ സൈഡിൽ കിടക്കുന്ന വണ്ടിയും കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ സ്പേസിലേക്ക് നമ്മുടെ നോട്ടം പോകുക. എന്നിട്ട് ആ ഒരു നോട്ടത്തിന് അനുയോജ്യമായിട്ട് ഒന്നെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ അടയാളമായിട്ട് വെക്കുക, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കൈ ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ വരുന്ന ഈ ഒരു ഭാഗം നേരെ ലെവലായിട്ട് നോക്കിയിട്ട് വണ്ടി നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചാൽ, ഇപ്പോൾ മുന്നിലായിട്ട് 2 വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഇവിടെ ആദ്യം ഒന്ന് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഇടുങ്ങിയ റോഡിൽ ഇടതും വലതുമായിട്ട് കുറേയധികം വണ്ടികൾ പാർക്ക് ചെയ്ത ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, നിങ്ങളിതിനെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നിൽ കിടക്കുന്ന വണ്ടിയുമായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുള്ള ഒരു നോട്ടം നമ്മൾ നോക്കണം. അപ്പം നിങ്ങൾ അത് നോക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കൈയും ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുന്ന ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മളുടെ ലെഫ്റ്റ് ടയർ പോകുന്നത്, അതായത് ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം. അപ്പം നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പോയിന്റിൽ നിന്ന് ഏകദേശം ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കുക. ഈ ഒരു പോയിന്റ് ഗ്യാപ്പ് ഇട്ടായിരിക്കണം ആ മുന്നിൽ കിടക്കുന്ന വാഹനം ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലാണ് ആ മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ലെഫ്റ്റ് ടയർ ഉള്ളത്, അതായത് ബാക്ക് സൈഡിലെ ടയർ ഉള്ളത്. അപ്പം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊരു സ്പേസ് ആണ്. അപ്പോൾ ഈ സ്പേസ് നിലനിർത്തി വേണം നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാനായിട്ട്. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കിടക്കുന്ന വാഹനത്തെ തട്ടാതെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയധികം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒത്തിരി അടുത്ത് നമ്മുടെ വണ്ടി ഉണ്ടെന്ന് തോന്നും. എന്നാൽ ഈ ഒരു രീതിയിലുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു കാരണവശാൽ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികളെ ഒന്നും തട്ടാതെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വണ്ടി നമുക്ക് മുന്നോട്ട് കയറ്റിയിടാനായിട്ട് കഴിയുന്നതാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിൻ്റാണ് ഞാൻ ജസ്റ്റ് നോക്കുന്നത്. പക്ഷേങ്കിൽ ആ പോയിൻറ്റും കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, ദേ ഈ പോയിൻ്റ് ഞാൻ നോക്കുന്നു. വാഹനം മെല്ലെ മുന്നോട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കുകയാണ്. ഓക്കെ, മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നു. ഇപ്പോൾ ആ പോയിൻറ്റും കഴിഞ്ഞ് ദേ വാഹനം മാക്സിമം ചേർന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സേഫായിട്ട് ഇപ്പോൾ കയറി. ഇനി നിങ്ങൾ നോക്കേണ്ടത് ആ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ആ കിടക്കുന്ന വണ്ടിയുടെ നിങ്ങൾ നോക്കുക, ഈ ഒരു പോയിൻറ്റും കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലേക്കാണ് ആ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഉള്ളത്. ഓക്കെ, ഈ ഒരു സ്പേസ്. എന്നിട്ട് ഞാനിത് ജസ്റ്റ് വണ്ടി പതിയെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതെ നമുക്ക് മാക്സിമം ഒരു ഇടുങ്ങിയ റോഡിൽ ഇത് ഇത്തരത്തിൽ ചേർന്ന് വരാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ടൗണിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ
നിങ്ങൾ പ്രോപ്പറായിട്ട് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടാതെ ഓടിക്കാനായിട്ട് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കൈ നോക്കുന്ന പോയിന്റ്. ഇപ്പോൾ ഈ ഒരു പോയിന്റും കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ വൈറ്റ് ലൈൻ പോകുന്നത്, അതായത് റോഡിൻ്റെ വൈറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ മുന്നിൽ കിടക്കുന്ന ആ ആപ്പയെ, ആ 3 വീലറിനെ നമ്മുടെ വണ്ടി കൃത്യമായിട്ടും തട്ടും. അപ്പോൾ നമ്മൾ നിശ്ചിത ഒരു ഡിസ്റ്റൻസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെൻറ്റർ പോയിന്റ് റോഡിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ഇവിടെ കാണണം. ഇവിടുത്തെ എൻഡും ഒപ്പം ഈ ഒരു ലെവലിലായിരിക്കണം സൈഡിലുള്ള വണ്ടിയുടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ റോഡിൻ്റെ എൻഡ് ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. സൈഡിൽ കിടക്കുന്ന വാഹനം എന്തായാലും ഒരു എൻഡിൽ പാർക്ക് ചെയ്യത്തില്ല, കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റിയേ പാർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു നിശ്ചിത സ്പേസ് ഇട്ട് ഓടിക്കാൻ കഴിയും. നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി മെല്ലെ എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് ഞാനിത് വൈറ്റ് ലൈൻ വെച്ച് വണ്ടി മെല്ലെ എടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ വൈറ്റ് ലൈൻ വെച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോക്കുക, ഈ വൈറ്റ് ലൈനും കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ആപ്പയുടെ ടയർ കാണാൻ കഴിയുന്നത്. അപ്പം ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നത്, കണ്ടില്ലേ? അപ്പോൾ സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സെൻറ്റർ പോയിന്റ് നോക്കിക്കഴിഞ്ഞാലും ഒരു നിശ്ചിത സ്പേസിൽ ഈ ഒരു ലെവലിലായിരിക്കണം സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളെ നിങ്ങൾ പ്രോപ്പറായിട്ട് കാണേണ്ടത്. അത് നിങ്ങളെ വീണ്ടും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളെല്ലാം നോക്കുക, ഈ ഒരു ലെവലിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിശ്ചിത സ്പേസ് ഇട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല. എന്നാൽ ആ ലെവലും മാറി ഈ ഒരു ഭാഗത്താണ് വണ്ടികൾ കിടക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് ഇതുപോലെ സൈഡിൽ കിടക്കുന്ന വണ്ടികളെ കൃത്യമായിട്ടും തട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഞാൻ കുറച്ച് ദൂരം ഈ റോഡിലൊന്ന് ഓടിച്ച് കാണിക്കാം. ഇപ്പം നമ്മൾ ടൗണിലൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സ്പേസ് എന്ന് പറയുന്നത് ഈ ഡാഷ്ബോർഡിന് സെൻറ്ററും കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് വണ്ടിയുടെ എൻഡ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു വണ്ടിയുടെ എൻഡും നമുക്കിത് റോഡിൻ്റെ ആ ടയർ നോക്കുക, വണ്ടിയുടെ ആ ടയർ ഈ ഒരു ഭാഗത്താണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കി മനസ്സിലാക്കി തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പരമാവധി നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് എപ്പോഴും റോഡിൻ്റെ എൻഡ് ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. റോഡിൻ്റെ എൻഡും ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററും കൂടെ നിങ്ങൾ ഏകദേശം നോക്കുക. എന്തായാലും വണ്ടികൾ പാർക്ക് ചെയ്ത് കിടക്കുന്നത് മിക്കപ്പോഴും ആ ഒരു വൈറ്റ് ലൈനിന് വെളിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കണ്ടില്ലേ, ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് വെളിയിലാണ് ആ വണ്ടി വന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ വീണ്ടും നോക്കുക, ഇവിടെ ഒരു ആപ്പ കിടപ്പുണ്ട്. ഈ സെൻറ്റർ പോയിന്റിന് വെളിയിൽ ഈ ഒരു ഡിസ്റ്റൻസിലാണ് ആപ്പ കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടൗണിൽ ഇത്തരത്തിൽ വണ്ടികളൊക്കെ ലെഫ്റ്റ് സൈഡ് പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തട്ടാതെ ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇനി വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു അറിവാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഒപ്പം നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.